ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 9. അക്കാലത്ത് പിശാച് ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, ഇവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവിടെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവിടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അനുകമ്പയുടെ ആത്മീയത ധ്യാനിക്കാം. യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടം അത്രയും നാം വിശുദ്ധ സുവിശേഷത്തിൽ ധ്യാനിക്കുന്നത് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ക്രിസ്തുവിനെയാണ്. യേശു ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിക്കുന്നത് രോഗികളോടും പാപികളോടും പിശാച് ബാധിതരോടും തളർവാദ രോഗികളോടും മുടന്തരോടും പ്രത്യേകമായ കരുണയോടും ആർദ്രതയോടും കൂടി ഇടപെടുന്നുണ്ട്. അവ എല്ലാ രോഗികളെയും വ്യാധികളെയും സുഖപ്പെടുത്തിയും പിശാചുക്കളെ ബഹിഷ്കരിച്ചും സിനഗോഗിൽ പഠിപ്പിച്ചും അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. ക്രിസ്തുവിൻ്റെ ഈ മനസ്സാണ് ക്രിസ്തു അനുയായികളായ നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുക. ഒരു അനുകമ്പയുള്ള ഹൃദയം നമുക്ക് ആവശ്യമാണ്. ക്രിസ്തു അനുകമ്പ കാണിച്ച ഭൂമിയിലെ ഏറ്റവും ചെറിയ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെയാണ് ക്രിസ്തുവിന് ആവശ്യമുള്ളത്. എല്ലാം തികഞ്ഞവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ എളുപ്പമാണ്. എന്നാൽ ഒന്നും തിരികെ തരാൻ കഴിയാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലുമായി തീരുക എന്നത് അത്ര എളുപ്പവുമല്ല. യഥാർത്ഥമായി നാം വിളിക്കപ്പെടേണ്ടത്, ഐക്യപ്പെടേണ്ടത് ഈ ബലഹീനർക്ക് വേണ്ടിയാകണം. ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ മുഴുവൻ ശുശ്രൂഷയും ബലഹീനർക്ക് വേണ്ടിയായിരുന്നു. ക്രിസ്തു ശിഷ്യരായ നമ്മളും അപ്രകാരം ആയിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ സുവിശേഷം. നമുക്കും നമ്മുടെ മുമ്പിൽ കണ്ടുമുട്ടുന്ന അശരണരും അഭയമില്ലാത്തവരുമായ സകലരെയും കരുണയോടെ വീക്ഷിക്കുവാൻ, കഴിയുന്ന നന്മ അവർക്ക് വേണ്ടി ചെയ്യുവാൻ, അവരുടെ ജീവിതയാത്രയിൽ താങ്ങായി തണലായി നിലകൊള്ളാൻ, അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധ്യമാകണം. ക്രിസ്തു ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവമാണ്. അവൻ ഇമ്മാനുവേലാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി വരുന്ന സകലരും സൗഖ്യമുള്ളവരായി തന്നെ തിരികെ പോകും. നമുക്ക് വേണ്ടത് ഈ ഒരു പ്രത്യാശയാണ്. ക്രിസ്തുവിൽ അർത്ഥവും അഭയവും കണ്ടെത്താനുള്ള ബലം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാവുക തന്നെ വേണം. ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായ ഒരു ജനാവലിയോടാണ് ക്രിസ്തുവിന് അനുകമ്പ തോന്നുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ അപ്രകാരം അനുകമ്പയുള്ള ഒരു ഹൃദയം സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരോട് അനുകമ്പാർദ്രമായി പെരുമാറുവാനും അങ്ങനെ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാനും വേണ്ട ആത്മീയ കൃപയ്ക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ
അനുദിനവും വളരണമേ. ഞാൻ